കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി സബർബൻ ശുദ്ധജല പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് മുൻപ് വിതരണ പൈപ്പ് ലൈനുകൾ പൂർണ്ണമായും സ്ഥാപിക്കണമെന്ന് പിലാക്കൽ വാർഡ് കൌൺസിലർ മരുന്നൻ മുഹമ്മദ് ആവശ്യപ്പെട്ടു. 90 കിലോമീറ്റർ ദൂരം ഇനിയും പൈപ്പുകൾ സ്ഥാപിക്കാനുണ്ട്. ഇത് നടത്താതെയാണ് ഉദ്ഘാടനം നടത്തുന്നതെന്നും പൊതുജനങ്ങളെ അവഗണിക്കുന്ന നിലപാട് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സബർബൻ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് മുന്നിലുള്ള സ്വാതന്ത്ര്യ രൂപീകരണത്തിൻ്റെ യോഗത്തിലാണ് ചെയർപേഴ്സൺ ക്ഷണിച്ചുകൊണ്ടാണ് യോഗത്തിൽ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇത് പയ്യനാട് തടപ്പറമ്പ് കുടിവെള്ള പദ്ധതിയാണ് പറഞ്ഞിട്ടുകൊണ്ട് പയ്യനാട് ചോലക്കൽ വെച്ച് ഉദ്ഘാടനം നടത്തുമെന്ന് പറഞ്ഞു. ചോലക്കൽ ഉദ്ഘാടനം നടത്തി നമ്മൾ ഇതിലല്ല. പക്ഷേ ചോലക്കൽ ഈ പയ്യനാട് തടപ്പറമ്പ് പയ്യനാട് വില്ലേജിലെ 11 വാർഡുകൾക്ക് എത്തിക്കേണ്ട കുടിവെള്ള പദ്ധതിയാണ് ഈ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ചേരി പയ്യനാട് വില്ലേജിലെ സകല സ്ഥലത്തും 72 കോടി രൂപ പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും എല്ലാ സ്ഥലങ്ങളിലേക്കും പൈപ്പ് ലൈൻ നീട്ടുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ബോർഡുകളും പ്രസ് ബോർഡുകളും ഒക്കെ ഉണ്ടാവുകയും അവിടെ ബഹുമാനപ്പെട്ട വാട്ടർ അതോറിറ്റിൻ്റെ മന്ത്രി വന്നുകൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം 2019 ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ സംബന്ധിച്ച് പയ്യനാട് വില്ലേജിൽ തടപ്പറമ്പ് ഒരു ടാങ്കും അതുപോലെ തന്നെ എലമ്പറ ഒരു ടാങ്കും വെക്കുകയും തടപ്പറമ്പിൽ നിന്ന് എലമ്പറ ടാങ്കിലേക്കും ചരണിയിൽ നിന്ന് തടപ്പറമ്പിലെ ടാങ്കിലേക്കും വെള്ളം എത്തിക്കുകയും അതുപോലെ തന്നെ എലമ്പറ ടാങ്കിൽ നിന്ന് നിലവിലുള്ള പയ്യനാട് വില്ലേജിലോട്ട് പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലേക്ക് കണക്ഷൻ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നിലവിലുള്ള പൈപ്പ് ലൈൻ പയ്യനാട് വില്ലേജിലെ നിലവിലുള്ള പൈപ്പ് ലൈൻ മൊത്തത്തിൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 90 കിലോമീറ്ററോ ദൂരത്തിൽ പൈപ്പ് ലൈൻ നീട്ടുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ പദ്ധതി. അത് ഒരിക്കലും പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ആകെയുള്ളത് 2 ടാങ്കുകളും നിലവിലുള്ള പൈപ്പ് ലൈനിലേക്ക് കണക്ഷൻ കൊടുക്കുക മാത്രം ചെയ്തിട്ടുള്ളത്. 90 കിലോമീറ്റർ പൈപ്പ് ലൈൻ നീട്ടാതിരിക്കുകയും അതുപോലെ തന്നെ നിലവിലുള്ള പൈപ്പ് ലൈൻ മാറ്റാതിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പൂർത്തിയാക്കിയിട്ട് ഉദ്ഘാടനം നടത്താനാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ചെയർമാനും അടക്കമുള്ള ആളുകൾ ചെന്നൈ വെച്ച് ഉദ്ഘാടനം നടത്തുന്ന പദ്ധതി പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ പയ്യനാട് വില്ലേജ് തൊട്ടടുത്തുള്ള എലമ്പറ ടാങ്കിന് തൊട്ടടുത്തുള്ള ഒരു 200 മീറ്റർ അപ്പുറത്തുള്ള ജനങ്ങൾക്ക് പോലും ഈ പൈപ്പ് ലൈൻ എത്തിയിട്ടില്ല. അവിടെ എത്തിയിട്ട് ഉദ്ഘാടനം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഉദ്ഘാടനത്തിന് നമ്മൾ ഒരിക്കലും എത്തില്ല. ഉദ്ഘാടനം നടത്തിയ ശേഷം ആ സ്ഥലത്ത് വെച്ച് നടത്തുമ്പോൾ പയ്യനാട് വില്ലേജിലേക്ക് മൊത്തത്തിലുള്ള പദ്ധതി എത്താത്തത് കൊണ്ടാണ് ഉദ്ഘാടനം നടത്താത്തത്. പയ്യനാട് വെച്ച് സ്ഥലം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. ഏതൊക്കെ വാർഡിലെ വെള്ളം കിട്ടാത്ത വിഷയം ഉണ്ടാവും? അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞാലും ഈ പറയപ്പെട്ട പയ്യനാട് വില്ലേജിലെ 90 കിലോമീറ്ററോളം പൈപ്പ് ലൈൻ നീട്ടാനുള്ള സ്ഥലങ്ങൾ, ആ നീട്ടാനുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഉദാഹരണം എൻ്റെ വാർഡിൽ കോട്ടക്കുത്ത് പ്രദേശമുണ്ട്, കോയങ്കാവ് പ്രദേശമുണ്ട്. ഈ പ്രദേശങ്ങൾ അടക്കല്ല, അതുപോലെ തന്നെ പിലാക്കൽ പ്രദേശം അടക്കല്ല പ്രദേശങ്ങൾ ഇനിയും പൈപ്പ് ലൈൻ നീട്ടാണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 5-8 വർഷമായി ഒരു നിലക്കും മഞ്ചേരി ഈ പദ്ധതി ഉണ്ട്, ഈ പ്രൊജക്റ്റ് ഉള്ളതുകൊണ്ട് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പൈപ്പ് ലൈൻ നീട്ടാനുള്ള ഒരു ഫണ്ട് വകയിരുത്താൻ പറ്റില്ല. പ്രൊജക്റ്റിലുള്ളതുകൊണ്ട് ഫണ്ട് വകയിരുത്താൻ പറ്റാത്ത പ്രയാസം ഞങ്ങൾ അനുഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചത്. കാരണം 90 കിലോമീറ്ററുള്ള പൈപ്പ് ലൈൻ നിർത്തുമ്പോൾ മഞ്ചേരി മുനിസിപ്പാലിറ്റി മൊത്തത്തിലുള്ള പ്രദേശത്ത് 90 കിലോമീറ്റർ പൈപ്പ് ലൈൻ പുതിയതിടാണ്ട് അത് ഇടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചത്.